ഞാൻ ഇന്ന് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് പ്രേമലേഖനം എന്ന കൃതിയിലെ സാറാമ്മയാണ് അവതരിപ്പിക്കുന്നത്. പ്രേമത്തെക്കുറിച്ച് പുതിയത് വല്ലതും പറയാനാണെങ്കിൽ ഞാനത് കേട്ട് മടുത്തു. പറഞ്ഞോളൂ. ഞാൻ ശമ്പളം വാങ്ങുന്നതല്ലേ, കേൾക്കാതെ വെക്കോ? ഇതാണോ പറയാൻ ഭാവിച്ചത്? പിന്നെ ഭയമാണോ? സാറാമ്മ സ്നേഹി ഇത് 1,09 തവണ പറഞ്ഞതല്ലേ. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? മധുര സുന്ദര സുരഭിലമായ നിലാവെളിച്ചം. അതല്ലേ ഈ സ്ത്രീകളെ തലക്കകത്തുണ്ടെന്ന് പറയുന്നത്. സന്തോഷം. വന്നിട്ട് നാം 2 മലക്കാരല്ലേ, സ്ത്രീധനൊന്നും വേണ്ടേ? നിർത്തണേ, വേറെയുമുണ്ട് സംശയം. നാം വിവാഹിതരായ അതേ കുഴപ്പങ്ങൾ ഞാൻ കാണുന്നു. നമ്മൾ 2 സമൂഹം, നമുക്കിടയിൽ ചർച്ചും അമ്പലവും തിരിഞ്ഞു. ഇനിയും സംശയമുണ്ടെങ്കിലോ? പറയാൻ നാണം താണെന്ന്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അവർ ഏത് ജാതിയിലാവും വളരുക? ന്യായം. പേരോ? എൻ്റെ ആദ്യത്തെ കുഞ്ഞാണാണെങ്കിൽ ആ തങ്കക്കുട്ടൻ എന്ത് പേരിടും? ആ സമുദായക്കാരനാണ് എൻ്റെ തങ്കക്കുട്ടൻ എന്ന് ആളുകൾ വിചാരിക്കില്ലേ? ചൈന പേരായാലോ? ഡങ് ഡിങ്കാഹു. എടാ മോനെ ഡങ് ഡിങ്കാഹു, നീ എവിടെയാണെന്താ ഡങ് ഡിങ്കാഹു? അയ്യേ, എൻ്റെ മോൻ ഈ പേര് വേണ്ട. എന്ത് സ്കീ? ചപ്ലോസ്കി വേണ്ട. ഒന്ന് നിർത്തണേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടാ മോനെ ചെറുക്കതേ, എടാ മോനെ ചെമ്മീൻ കണ്ണാ, നീ എവിടെയാണല്ലോ? നിലാവെളിച്ചമേ ഇല്ല. സമ്മതിച്ചു. ആകാശം, മിഠായി ആകാശം. എടാ മോനെ മിഠായി ആകാശം. എടാ മോനെ ആകാശം മിഠായി, നീ എവിടെയാണ്? ആകാശം മിഠായി, ആകാശം മിഠായി. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് സാറാമ്മ കോസ്റ്റ്യൂം? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ ചെയ്യണ്ട ഗൈസ്.